എല്ലാം കൊണ്ടും ഈ വോറിലെ മറ്റൊരു വിജയി അത് ചൈനയാണ് എന്ന് പറയാൻ കാരണം ഇപ്പൊ യൂറോപ്യൻ മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില വമ്പൻ രീതി കൂടുന്നുണ്ട്. അപ്പം യൂറോപ്യൻസ് ഒരു ഓപ്ഷനായിട്ട് ഒരു സെക്കൻഡ് കാർ എന്ന ഓപ്ഷനായിട്ട് അവരെല്ലാം ചൂസ് ചെയ്യണത് ഇലക്ട്രിക് കാറുകളാണ്. ഇലക്ട്രിക് കാറുകളിൽ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചൈനീസ് ബ്രാൻഡുകളെയാണ്, BYD ഉൾപ്പെടെയുള്ള ചൈനീസ് ബ്രാൻഡുകളെ. കാരണം അമേരിക്കൻ ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് വളരെ വില കുറവാണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്, നല്ല ക്വാളിറ്റി ബിൽറ്റുമാണ്. അപ്പം ഞാൻ ലണ്ടനിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ BYD വില മോഡലുകളും. നമ്മൾ അന്തം വിട്ടു പോകും, കണ്ടു നിന്ന് പോകും. അമ്മാതിരി ബ്രാൻഡ്, അമ്മാതിരി കാറുകളാണ്. എല്ലാം കൊണ്ടും ഈ വോറിലെ മറ്റൊരു വിജയി അത് ചൈനയാണ് എന്ന് പറയാൻ കാരണം ഇപ്പൊ യൂറോപ്യൻ മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില വമ്പൻ രീതി കൂടുന്നുണ്ട്. അപ്പം യൂറോപ്യൻസ് ഒരു ഓപ്ഷനായിട്ട് ഒരു സെക്കൻഡ് കാർ എന്ന ഓപ്ഷനായിട്ട് അവരെല്ലാം ചൂസ് ചെയ്യണത് ഇലക്ട്രിക് കാറുകളാണ്. ഇലക്ട്രിക് കാറുകളിൽ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചൈനീസ് ബ്രാൻഡുകളെയാണ്, BYD ഉൾപ്പെടെയുള്ള ചൈനീസ് ബ്രാൻഡുകളെ. കാരണം അമേരിക്കൻ ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് വളരെ വില കുറവാണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്, നല്ല ക്വാളിറ്റി ബിൽറ്റുമാണ്. അപ്പം ഞാൻ ലണ്ടനിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ BYD വില മോഡലുകളും. നമ്മൾ അന്തം വിട്ടു പോകും, കണ്ടു നിന്ന് പോകും. അമ്മാതിരി ബ്രാൻഡ്, അമ്മാതിരി കാറുകളാണ്. എല്ലാം കൊണ്ടും ഈ വോറിലെ മറ്റൊരു വിജയി അത് ചൈനയാണ് എന്ന് പറയാൻ കാരണം ഇപ്പൊ യൂറോപ്യൻ മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില വമ്പൻ രീതി കൂടുന്നുണ്ട്. അപ്പം യൂറോപ്യൻസ് ഒരു ഓപ്ഷനായിട്ട് ഒരു സെക്കൻഡ് കാർ എന്ന ഓപ്ഷനായിട്ട് അവരെല്ലാം ചൂസ് ചെയ്യണത് ഇലക്ട്രിക് കാറുകളാണ്.